അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തറാവീഹ് നിസ്കാരത്തിന്റെ പല രീതിയിലുള്ള നിയ്യത്തുണ്ട്. എന്നാൽ ചില നിയ്യത്തുകളെ കുറിച്ച് ചില സംശയങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തറാവീഹിന്റെ നിയ്യത്ത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ചില ഫിഖഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യൻവി മിന തറാവീഹി, തറാവീഹിൽ നിന്ന് എന്ന് കരുതണം എന്ന്. എന്നാൽ എല്ലാ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്തുകളെ നമുക്ക് വിലയിരുത്താം. പല രീതിയിലും പറ്റും. അതായത് ഉസല്ലി റക്അത്തൈനി മിന തറാവീഹി, തറാവിയഹിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇത് പറ്റും എന്ന് ഷർവാനിയിൽ 2/241 വളരെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നും പറ്റും. അതായത് ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി, തറാവീഹിന്റെ സുന്നത്ത് 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതലും എന്ന നിയ്യത്തും പറ്റും. അതല്ലെങ്കിൽ ഉസല്ലി തറാവീഹ, ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നു എന്നും നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉസല്ലി സുന്നത്ത തറാവീഹി എന്ന നിയ്യത്തും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തറാവീഹിന് മറ്റു ഒരു പേരുണ്ടല്ലോ ഖിയാമു റമദാൻ, അങ്ങനെയും നിയ്യത്ത് ചെയ്യാം. അതായത് ഉസല്ലി ഖിയാമ റമദാൻ, ഖിയാമു റമദാൻ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തും സ്വഹീഹാവുന്നതാണ്. അതുപോലെ ഉസല്ലി റക്അത്തൈനി മിൻ ഖിയാമി റമദാൻ, ഖിയാമു റമദാനിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തും ശരിയാവുന്നതാണ്. ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതണം, ഇമാമൻ എന്ന് നിയ്യത്ത് ചെയ്യണം. മഅ്മൂമുകളാണെങ്കിൽ മഅൽ ഇമാമി എന്ന് നിയ്യത്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ജമാഅത്തിന്റെയൊക്കെ പൂർണ്ണ പ്രതിഫലം നമ്മിലേക്ക് വന്നു ചേരുന്നത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. നിയ്യത്തുകൾ കൊണ്ടാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ നിയ്യത്ത് വളരെ പ്രധാനമാണ്. നിയ്യത്ത് ശരിയായിരിക്കണം. മേൽ പറയപ്പെട്ട ഏതെങ്കിലും നിയ്യത്ത് ചെയ്തുകൊണ്ട് നേരെ തറാവീഹ് നിസ്കരിക്കണം എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.